തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന വലിയൊരു ക്വാളിറ്റിയാണ് ക്ഷമ. ക്ഷമ എന്ന് പറയുമ്പോൾ യേശു കർത്താവ് സാത്താനെ എന്ന് വിളിച്ചിട്ടുണ്ട്. പത്രോസ് വാളെടുത്ത് വെട്ടിയിട്ടുണ്ട്. മോശ ഒരുത്തനെ കൊന്നിട്ടുണ്ട്. ഇതിലെല്ലാം ദൈവം കാണുന്ന ദൈവത്തിൻ്റെ നോട്ടത്തിലുള്ള ക്ഷമയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ കർത്താവ് പറയുന്നത് ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തി ബലഹീനത താങ്ങുക, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പി. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആർക്ക് തിന്മയ്ക്ക് വരും തിന്മ ചെയ്യാതിരിപ്പിൻ നോക്കുവിൻ, എല്ലാവരെയും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. കർത്താവ് പറയുന്ന ആ വലിയ ദീർഘക്ഷമയില്ലാത്തത് കൊണ്ട് വരുന്ന കുഴപ്പം, എന്തെങ്കിലും കാര്യം കേട്ട് ഉടനെ എടുത്ത് ചാടി അതിനെതിരെ ചെയ്യരുത്. അത് ചിന്തിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചെയ്യാനായിട്ട് സാധിക്കും. പ്രായത്തിൻ്റെ തിളക്കം കൊണ്ടും സ്ഥാനം കൊണ്ടും മാനം കൊണ്ടും പണം കൊണ്ടും ഒക്കെ ചില കാര്യമൊക്കെ തോന്നും. നമുക്കൊക്കെ ചിലതൊക്കെ ചെയ്ത് കളയാം, ഒന്നും ചെയ്യാനൊക്കെയില്ല. ക്ഷമ നമ്മൾക്കുണ്ടെങ്കിൽ, ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ വിലയാണെന്ന് പണ്ട് പറയുമായിരുന്നു. അതൊരു വലിയ ബലമാണ്. ക്ഷമയെന്ന് പറയുന്നത് വലിയ ബലമാണ്. പേഷ്യൻസ്, ക്ഷമ, സഹിഷ്ണുത. ഗോഡ് നോസ് വാട്ട് ഹി ഈസ് ഡൂയിങ്. അവൻ ചെയ്യുന്ന എന്താണെന്ന് ദൈവത്തിന് അറിയാം. ഹി ലവ്സ് യു ടു മച്ച് ടു ലെറ്റ് ഇറ്റ് ഹാപ്പൻ ടു സൂൺ. നിനക്ക് സംഭവിക്കാനുള്ളത് ദൈവം നിന്നെ അനുഗ്രഹിച്ച് വഴി നടത്തി സംഭവിച്ചോളും. ഇഫ് യു പാസ് ദ ടെസ്റ്റ്, ഇഫ് യു ഹാവ് ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ്, നിനക്ക് വിശ്വാസവും ക്ഷമയും ഉണ്ടെങ്കിൽ ദെൻ യു ആർ ഗ്രോയിങ്. നിന്നെ ദൈവം വളർത്തിക്കൊള്ളും. യുവർ ക്യാരക്ടർ ഈസ് ഡെവലപ്പിംഗ്. യുവർ സ്പിരിച്വൽ മസിൽസ് ആർ ഗെറ്റിംഗ് സ്ട്രോങ്ങർ. നിന്റെ സ്പിരിച്വൽ ലെവൽ വർദ്ധിപ്പിക്കുമ്പോഴാണ് നിനക്ക് ക്ഷമ കൂടുന്നത്. അപ്പം നിന്റെ സ്പിരിച്വൽ മസിൽസ് അത് സ്ട്രോങ്ങർ ആയി തീരുമ്പോൾ മോർ ഇൻറ്റഗ്രിറ്റി, മോർ ഡിസിപ്ലിൻ, മോർ കമ്മിറ്റ്മെൻറ്റ്. കീപ് ഡൂയിങ് ദ റൈറ്റ് തിങ്. യുവർ സീസൺ ഈസ് കമ്മിങ്. നിന്റെ സീസൺ വരുമ്പോൾ ദൈവം നിന്നെ ഉയർത്തിക്കോളും. നീ അതിനുവേണ്ടി കിടന്ന് ഭാരപ്പെടുകയും പ്രയാസപ്പെടുകയും ഒന്നും വേണ്ട. ദൈവം നിന്നെപ്പറ്റി ഉദ്ദേശിക്കുന്നതിന് ദൈവത്തിൻ്റെ ശക്തി നിന്നിൽ വ്യാപിച്ചോളൂ. നമുക്ക് ഓരോരുത്തരെ പറ്റി നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്ത് എപ്പോഴാണ്, എന്താണ് ദൈവം നമ്മളെപ്പറ്റി ഉദ്ദേശിക്കുന്നത്, അത് പൂർണ്ണമായി ചെയ്തെടുക്കുവാനുള്ള ആ ദൈവീക ശക്തിയും ദൈവീക കൃപയും അമിതമായി വ്യാപരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. ഞങ്ങൾക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ക്ഷമ. ക്ഷമയോടെ, സഹിഷ്ണുതയോടെ ഏതിനെ സഹിക്കുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും തെരുമാറാകണം. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അപ്രകാരമുള്ള ക്ഷമയിൽ വലിയ വിജയം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകമെമ്പാടും വിവിധ സ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും നിങ്ങളുടെ അദൃശ്യമായ സാന്നിധ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണാകൃപ കൂടെ ഇരുന്ന് വഴി നടത്തി അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കർത്താവെ, അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ്, സെനറ്റേഴ്സ്, മേയേഴ്സ്, ഗവർണേഴ്സ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതിയിൽ വക്കീലുമാർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, മാധ്യമ സുഹൃത്തുക്കൾ, ഫോട്ടോഗ്രാഫേഴ്സ്, എപ്പോഴപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്കൂളുകളും കോളേജുകളുമായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപകരും അനധ്യാപകരും പ്രഥമാധ്യാപകർക്കായും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികൾ, ലോകമെമ്പാടും പഠിക്കുന്നവർ, പഠനത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുന്നവർ, പലതരത്തിൽ കഷ്ടപ്പെടുന്നവർ, കർത്താവ് അത്ഭുതകരമായി എല്ലാവരുടെയും കാര്യങ്ങളിൽ ശരിയായി ക്ഷമയോടെ അതിനെ ഉൾക്കൊള്ളുവാനുള്ള ദൈവശക്തി നൽകണമേ. നശിച്ചു പോകാതെ ദൈവകൃപയുടെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുവാൻ ഓരോരുത്തർക്കും ദൈവകൃപയുടെ ശക്തി കൊണ്ട് ഓരോരുത്തരെയും ബലപ്പെടുത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, ദൈവത്തിന്റെ കരം കൃപ, ബെഡിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, ജയിലുകളിൽ കഴിയുന്നവർ, എപ്പേർപ്പെട്ടവർക്കും ക്ഷമയോടെ ദീർഘക്ഷമയോടെ നിൽക്കുവാൻ കർത്താവ് അത്ഭുതകരമായി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ശക്തി ഒരുപോലെ അയക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലസ് യു.